ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഗുരുവാതപുരീശ പഞ്ചരത്നം എന്ന സ്തോത്രകൃതിയെക്കുറിച്ചാണ്. രത്നസമാനമായ 5 ശ്ലോകങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള സ്തുതിയാണ് ഇത്. അതുകൊണ്ടാണ് പഞ്ചരത്നം എന്ന പേര് സിദ്ധിച്ചത്. ഇത് രചിച്ചിട്ടുള്ളത് സെങ്കലീപുരം അനന്തരാമ ദീക്ഷിതരാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു മഹാപുരുഷനാണ് അദ്ദേഹം. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്നു. ഭഗവാന്റെ മഹിമയെ ലോകത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ഒരുപാട് പ്രഭാഷണങ്ങളും സപ്താഹങ്ങളുമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നാരായണീയം എന്ന ദിവ്യഗ്രന്ഥത്തിന് സാധാരണക്കാർക്കിടയിൽ പ്രചാരം നേടിക്കൊടുക്കാനായിട്ടും ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മഹാനുഭാവൻ ഒരിക്കൽ ഗുരുവായൂരമ്പലത്തിൽ വന്നു. ഭഗവാന്റെ തിരുനടയിൽ ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി, ഭഗവാനെ ഒന്ന് സ്തുതിക്കണമെന്ന്. അങ്ങനെ ആ പ്രേരണയെ സ്വീകരിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ ഒരു സ്തുതി രചിച്ച് ഭഗവാന് സമർപ്പിച്ചു. ആ സ്തുതിയാണ് ഗുരുവാതപുരീശ പഞ്ചരത്നം. ആ സ്തോത്രം ജപിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിനുള്ളിൽ പരമാനന്ദമുണ്ടായി. അപ്പോൾ തൻ്റെ കൂടെ വന്നവർക്കൊക്കെ അദ്ദേഹം ഈ സ്തോത്രം പഠിപ്പിച്ചു കൊടുത്ത് നിങ്ങളും ഇത് ജപിച്ചുകൊണ്ട് പരമാനന്ദത്തെ നേടുവിൻ എന്നുപദേശിച്ചു. അങ്ങനെ അവരത് ശ്രദ്ധയോടുകൂടി പഠിക്കുകയും ജപിക്കുകയും ചെയ്തു. അവരിലൂടെ അത് പ്രചരിച്ചു. ഇന്നും ആ സ്തോത്രം നിലനിൽക്കുന്നു. ചെറിയ സ്തോത്രമാണ്, 5 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ വളരെ സുന്ദരമായ സ്തോത്രമാണ്. അപ്പോൾ നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ഗുരുവാതപുരീശ പഞ്ചരത്നം. ഓം കല്യാണരൂപായ കലൗ ജനാനാം കല്യാണദാത്രേ കരുണാസുധാബ്ധേ ശംഖാദി ദിവ്യായുധ സത്കരായ വാതാലയാധീശ നമോ നമസ്തേ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. വാതാലയാധീശ. വാതാലയം എന്ന് പറഞ്ഞാൽ വായുപുരം, അതായത് ഗുരുവായൂർ. അധീശൻ എന്ന് പറഞ്ഞാൽ അതിനെ ഭരിക്കുന്നവൻ. അപ്പോൾ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പ നമോ നമസ്തേ. അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഭവിക്കട്ടെ. ഈ ഗുരുവായൂരപ്പൻ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വരൂപം എന്നുള്ളതിനുള്ള മറുപടിയാണ് ബാക്കിയുള്ള വിശേഷണങ്ങളെല്ലാം. ഭഗവാനെ ആദ്യം വിളിക്കുന്നത് കല്യാണ രൂപായ നമോ നമസ്തേ. കല്യാണ രൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. കല്യാണം എന്നാൽ മംഗളം. മംഗളസ്വരൂപിയാണ് ഭഗവാൻ. അപ്പൊ മംഗളം എന്താണെന്ന് ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നാൽ മതി. ഇവിടെ വന്ന് ഈ സന്നിധിയിൽ നിന്നാൽ അവന് ഭഗവാന്റെ അനുഭൂതി ഉണ്ടാവും. അത് തന്നെയാണ് മംഗളം. കാരണം ഭഗവാന്റെ സ്വരൂപമാണ് മംഗളം. ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞോ അറിയാതെയോ തേടിക്കൊണ്ടിരിക്കുന്നത് മംഗളത്തെ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ മംഗളം അവർക്ക് ലഭിച്ചേ പറ്റൂ. അപ്പൊ ആ മംഗളത്തെ തേടി നടക്കുന്ന സാധാരണക്കാരോട് ഇവിടെ കവി ഉപദേശിക്കുക കൂടിയാണ്. ഭഗവാനെ സ്തുതിക്കുകയാണ്, ഒപ്പം തന്നെ അവരോടുള്ള ഉപദേശവും ഇവിടെയുണ്ട്. അപ്പൊ ഭക്തരോട് പറയാണ്, നിങ്ങൾ മംഗളത്തെയാണ് തേടുന്നത്. ആ തേടുന്ന മംഗളം ഇവിടെയുണ്ട്. മംഗളം ഒരു മൂർത്തിയായിട്ട് ഇവിടെ ശോഭിക്കുന്നു. സാധാരണ വളരെ സൂക്ഷ്മമായ തത്വമാണ് മംഗളം. അപ്പൊ അത് ആർക്കും കാണാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ഗുരുവായൂരിൽ വന്നാൽ നിങ്ങൾക്ക് ആ കല്യാണമൂർത്തിയെ കാണാൻ സാധിക്കും. കാരണം ഭഗവാൻ മംഗളസ്വരൂപിയാണ്. അതാണ് ആദ്യത്തെ പദത്തിൽ കല്യാണ രൂപായ നമോ നമസ്തേ. ഇങ്ങനെ ഭഗവാൻ ഇവിടെ ശോഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കലൗ ജനാനാം കല്യാണദാത്രേ നമോ നമസ്തേ. കലൗ കലിയുഗത്തിലുള്ള ജനാനാം ജനങ്ങൾക്ക് കല്യാണദാത്രേ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. ഭഗവാൻ സ്വയം മംഗളസ്വരൂപിയാണ്. ഈ കലിയുഗത്തിലുള്ള ആൾക്കാർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും. ആ ദോഷങ്ങളുടെ ബാധ ഏറ്റുകൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ സാധാരണക്കാർ അനുഭവിക്കും. ഭഗവാൻ കൃഷ്ണൻ ഭൂമി വിടുന്ന സമയത്താണ് കലി ആരംഭിക്കുന്നത്. ഭഗവാൻ ഉള്ളത് വരെയും കലിക്ക് ആരെയും ബാധിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ കലി ആരംഭിച്ചു. എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങി, എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ആൾക്കാർ ദുഃഖിതരായി. ഇത് മുൻകൂട്ടി കണ്ട ഭഗവാൻ തൻ്റെ സാന്നിധ്യം അപ്പോഴും ആൾക്കാർക്ക് സുലഭമാവണം എന്ന് കരുതി
താൻ സ്വയം പൂജിച്ചിട്ടുള്ള വിഗ്രഹത്തെ നമുക്ക് പ്രദാനം ചെയ്തു. അതാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന ഭാവത്തിൽ ഇന്നും കലിയുഗത്തിൽ സാന്നിധ്യം അരുളുന്നു. ഭഗവാൻ മംഗളസ്വരൂപിയാണ്, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. അപ്പൊ കലിയുഗത്തിൽ ദോഷം അനുഭവിക്കുന്ന സാധാരണക്കാര് ആ ദോഷത്തെ നിവാരണം ചെയ്യാനായിട്ട് മംഗളത്തെ തേടുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഈ ഗുരുവായൂരമ്പലത്തിൽ വന്നാൽ മതി, അവർക്ക് മംഗളം ഭഗവാൻ നൽകും. അപ്പോൾ ഭഗവാനെ സ്തുതിച്ചു, ഒപ്പം തന്നെ ഭക്തർക്ക് ഉപദേശവും കൊടുത്തു. നിങ്ങൾ തേടുന്ന മംഗളം ഇവിടെയുണ്ട്, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മംഗളം കിട്ടും. അപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നാം, എല്ലാവർക്കും ഭഗവാൻ മംഗളം കൊടുക്കും. അപ്പോൾ കലിയുഗത്തിലുള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷെ കലിയുഗത്തിലുള്ള എല്ലാവർക്കും കൊടുക്കും. കാരണം പല പ്രകാരത്തിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ശ്രേഷ്ഠരായവരുണ്ട്, നികൃഷ്ടരായവരുണ്ട്. അപ്പോൾ നമ്മൾ ഏത് തലത്തിലാണെന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വന്നാൽ നമുക്ക് മംഗളം കിട്ടുമോ, അനുഗ്രഹം കിട്ടുമോ എന്ന ഒരു സംശയം ഉണ്ടാവാം. അതിന് മറുപടിയായിട്ട് പറയുന്നു, ഭഗവാൻ കരുണാസുധാബ്ധേ നമോ നമസ്തേ. കരുണയുടെ സുധത്തിൻ്റെ അബ്ധിയാണ് ഭഗവാൻ. കരുണ നമുക്കൊക്കെ അറിയാം. സുധ എന്ന പദം കൊണ്ട് അമൃതത്തെ സൂചിപ്പിക്കുന്നു. അബ്ധി എന്നാൽ സാഗരം. ഭഗവാൻ ഒരു കടലാണ്. എന്തിൻ്റെ കടലാണ്? അമൃതമയമായിട്ടുള്ള കരുണയുടെ കടലാണ്. ഈ കരുണ അമൃതമാണ്. അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തത്, നാശമില്ലാത്ത കരുണയാണ് ഭഗവാന്റെ സ്വരൂപം. കരുണ ഒരു കടലായിട്ട്, അതായത് അളവറ്റ കരുണയോടുകൂടി ശോഭിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ ദൃഷ്ടി നമ്മുടെ നേർക്ക് പതിയുമ്പോൾ കടലിൽ നിന്നും തിര ഉയരുന്ന പോലെ ഭഗവാനിൽ നിന്നും കരുണയാണ് ഉയരുന്നത്. ആ കരുണയാണ് നമ്മിലേക്ക് പ്രവഹിക്കുന്നത്. ആ കരുണ നമുക്ക് ലഭിച്ചാൽ തന്നെ എല്ലാ മംഗളങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ ഇവിടെ കരുണ തന്നെ മൂർത്തിമത്തായിരിക്കുന്ന ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാൻ വരുന്നവർക്കൊക്കെ നിസ്സംശയം മംഗളത്തെ പ്രദാനം ചെയ്യും. വലിപ്പച്ചെറുപ്പം ഭഗവാനില്ല. ഭഗവാന്റെ മുമ്പിൽ ആരും കേമനുമല്ല, നികൃഷ്ടനുമല്ല. എല്ലാവരും ഒരുപോലെയാണ് ഭഗവാൻ. ഭക്തി ഉണ്ടായാൽ മതി. അപ്പോൾ ഭഗവാന്റെ മുമ്പിലേക്ക് വന്നാൽ ഭഗവാന്റെ കരുണയുണരും. അതുകൊണ്ടാണ് എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നത്. വാസ്തവത്തിൽ നമ്മൾ പോകുന്നത് ഭഗവാനെ കാണാനല്ല, ഭഗവാൻ നമ്മളെ കാണാൻ വേണ്ടിയാണ്. ആ സന്നിധിയിൽ ചെന്ന് നമ്മൾ ഭഗവാന്റെ ആ കരുണയെ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ ആ കാരുണ്യപൂർണമായ ദൃഷ്ടി നമ്മിലേക്ക് പതിച്ചാൽ എല്ലാ ഐശ്വര്യവും നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ ഭക്തരെ പ്രേരിപ്പിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ മംഗളം തന്നെ മൂർത്തിമത്തായിരിക്കുന്നു ഈ ഗുരുവായൂരമ്പലത്തിൽ. അതാണ് ഗുരുവായൂരപ്പൻ. അദ്ദേഹം കലിയുഗത്തിലെ ജനങ്ങൾക്ക് മംഗളത്തെ പ്രദാനം ചെയ്യും. വളരെയധികം കാരുണ്യമുള്ളവനാണ്, അതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കും. അപ്പൊ ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ഒരു സംശയം കൂടി ഉണ്ടാവാം, എങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക? അപ്പൊ അത് വിവരിക്കുകയാണ് അടുത്ത പദത്തിൽ. ശംഖാദി ദിവ്യായുധ സത്കരായ. ഗുരുവായൂരപ്പന് 4 കൈകളുണ്ട്, 4 കരങ്ങൾ. ആ 4 കൈകളിലും ഭഗവാൻ ഓരോ ആയുധം ധരിച്ചിട്ടുണ്ട്. ഈ ആയുധങ്ങളെല്ലാം തന്നെ ദിവ്യമാണ്. ദിവ്യം എന്ന് പറയുമ്പോൾ അലൗകികമാണ്, ശോഭയുള്ളതാണ്, ആഗ്രഹിക്കുന്നതെല്ലാം ദാനം കൊടുക്കാനുള്ള ശക്തിയുള്ളതാണ്. അങ്ങനത്തെ ദിവ്യായുധങ്ങളെ ഭഗവാൻ തൻ്റെ 4 കൈകളിൽ ധരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ഈ ദിവ്യായുധങ്ങൾ എന്ന് ചോദിച്ചാൽ ശംഖാദി എന്ന് പറയുന്നു. ശംഖ് തുടങ്ങിയിട്ടുള്ളവ, ശംഖ്, ചക്രം, ഗദ, പത്മം, ഈ 4 ആയുധങ്ങളെ ധരിച്ചുകൊണ്ടാണ് ഭഗവാൻ 4 കൈകളിൽ ശോഭിച്ചുകൊണ്ടിവിടെ ഇരിക്കുന്നത്. ഇതിലൂടെയാണ് ഭഗവാൻ മംഗളത്തെ പ്രദാനം ചെയ്യുന്നത്. എങ്ങനെ? ഒരു വ്യക്തി സാധാരണഗതിയിൽ ജീവിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം അഹങ്കാരമാണ്. ഞാൻ എന്ന ഭാവം, അതായത് ഞാൻ ഇതിൽ നിന്നെല്ലാം അന്യനായ ഒരു വ്യക്തിയാണെന്നുള്ള തോന്നൽ നമുക്ക് സഹജമായിട്ടുണ്ട്. അതാണ് നമ്മുടെ അഹങ്കാരം. ഈ അഹങ്കാരത്തിൽ നിന്നും നമുക്ക് കർത്തൃത്വ ഭാവം ഉണ്ടാകും, ഭോക്തൃത്വ ഭാവം ഉണ്ടാകും. അതായത് ഞാൻ ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, അപ്പം ഞാൻ നല്ല പ്രവൃത്തി ചെയ്തു, ഞാൻ ദുഷ്ടപ്രവൃത്തി ചെയ്തു എന്നൊക്കെയുള്ള വിചാരമുണ്ടാവും. നല്ല പ്രവൃത്തി ചെയ്താൽ ഞാൻ പുണ്യത്തെ അനുഭവിച്ചു, ദുഷ്ടപ്രവൃത്തി ചെയ്താൽ ഞാൻ പാപത്തെ അനുഭവിച്ചു എന്ന ഭോക്തൃത്വ ഭാവവും ഉണ്ടാവും. കൂടാതെ മമത്വവും ഉണ്ടാവും. എൻ്റേതെന്ന ഭാവം വരും. അപ്പം ഞാൻ എന്ന പരിമിതമായ ബോധമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് തൻ്റേതെന്ന് പറയുന്ന പലതും ഉണ്ടാവും. ഇതൊക്കെ എൻ്റെയാണ്, ഇതെൻ്റെയല്ല എന്ന ഭേദബുദ്ധി ഉണ്ടാവും. അപ്പോൾ അഹങ്കാരത്തോട് ചേർത്ത് ഇതെല്ലാം ഒരു മനുഷ്യന്റെ ദോഷമായിട്ട്, കാരണം ഇതിനെല്ലാം ആധാരം അഹങ്കാരമാണ്. അപ്പം അഹങ്കാരം, കർത്തൃത്വം, ഭോക്തൃത്വം, മമത്വം,
ഇതെല്ലാം ഒരുവന്റെ ഉള്ളിൽ ഈ അഹങ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് വലിയ ദോഷമാണ്. ഈ ദോഷം അകലാതെ നമുക്ക് ഉയർച്ചയില്ല. ഇപ്പൊ ഭഗവാൻ ആദ്യം ഈ ദോഷത്തെ അകറ്റും, അഹങ്കാരത്തെ ഇല്ലാതെയാക്കും. അതിനായിട്ടാണ് ഭഗവാൻ ഗദയെ പിടിച്ചിട്ടുള്ളത്. ഗദ കൊണ്ട് അഹങ്കാരത്തെ തവിടുപൊടിയാക്കും, അഹങ്കാരം ഇല്ലാതെയാകും. എങ്ങനെ? നമ്മൾ ഈ സന്നിധിയിൽ വന്നാൽ, ഭഗവാന്റെ അടുത്ത് നിന്നാൽ നമ്മൾ അറിയും ഭഗവാനാണ് സർവാന്തര്യാമി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഗുരുവായൂരപ്പൻ. അപ്പൊ വാസ്തവത്തിൽ എൻ്റെ അകത്ത് ആത്മഭാവത്തിലുള്ളതും ഭഗവാനാണ്. ഭഗവാനാണ് അകത്തുള്ളതെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ വേറെ, എൻ്റേതല്ലാത്തത് എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ഭഗവാന്റെ ഗദയുടെ പ്രഹരം കൊണ്ട് നമ്മുടെ അഹങ്കാരം ഇല്ലാതെയാകും. അഹങ്കാരം ഇല്ലാതെയായാൽ, ഒപ്പം തന്നെ മമത്വം, കർത്തൃത്വം, ഭോക്തൃത്വം ഒക്കെ ഇല്ലാതെയായാൽ എന്തുണ്ടാവും? യഥാർത്ഥ ദർശനം ലഭിക്കും. അതായത് വാസ്തവത്തിൽ ഇവിടെ ചെയ്യുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്, അനുഭവിക്കുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. കാരണം ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റേതെന്നോ എൻ്റേതല്ലാത്തതെന്നോ ഒന്നുമില്ല, എല്ലാം ഭഗവാന്റേതാണ്. ഇതംന മമ എന്ന ബോധമുണ്ടാവും. എല്ലാം ഭഗവാന്റെയാണ്, ആ സമർപ്പണ ഭാവം ഉണ്ടാവും. ഈ ഒരു ദൃഷ്ടിയാണ് സുദർശനം എന്ന ചക്രം സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ഇവിടെ വരുന്നവർക്ക് നല്ല ദർശനം കൊടുക്കും. നല്ല ദർശനം എന്നാണ് ആ വാക്കിനർത്ഥം. നല്ല ദർശനം എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കും ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, എല്ലാം ഭഗവാന്റെയാണ്. അപ്പൊ സമർപ്പണം വന്നു. താൻ ചെയ്യുന്ന സമയത്ത് ഭഗവാന് വേണ്ടി ചെയ്യുന്നു, താൻ അനുഭവിക്കുന്ന സമയത്ത് ഭഗവാന് വേണ്ടി അനുഭവിക്കുന്നു. ഇങ്ങനെ തൻ്റേതെന്ന് പറയുന്നതെല്ലാം ഭഗവാന്റേതാണ്, തൻ്റേതല്ല എന്ന് പറയുന്നതും ഭഗവാന്റേതാണെന്നുള്ള ഉയർന്ന ബോധം കിട്ടും. അത് സുദർശനത്തിലൂടെ. അങ്ങനെ ഉയർന്ന ബോധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ ഭക്തിയുടെ ഒരു പ്രവാഹമാണ്. ആ ഭക്തിയെ ഉണർത്തുന്ന നാദമാണ് ശംഖിന്റെ നാദം. ഇപ്പൊ ഭഗവാന്റെ കയ്യിലുള്ള ശംഖ് നമ്മുടെ ഉള്ളിൽ നിന്നും ഭക്തിയെ ഉണർത്തുന്നു. ഇപ്പൊ ധ്രുവനെ സ്പർശിച്ചപ്പോൾ സ്തോത്രം ഉദിച്ചത് നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പൊ അതേപോലെ ഭക്തി ഉണർത്തും ആ ശംഖിന്റെ ധ്വനി കൊണ്ട്. അങ്ങനെ ഭക്തി ഉണർന്നു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കാൻ തുടങ്ങും. കാരണം ഭഗവാനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു മാന്ത്രികമായ പ്രവാഹമാണ് ഭക്തി. അപ്പൊ നമ്മളെ ഇങ്ങനെ അടുപ്പിക്കും ഭഗവാന്റെ അടുത്തേക്ക്. അങ്ങനെ നമ്മൾ ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത് അനുഭൂതി സിദ്ധിക്കും. അതായത് യഥാർത്ഥ ജ്ഞാനം നമുക്കുണ്ടാവും. ആ ജ്ഞാനത്തെയാണ് താമര പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് വാസ്തവത്തിൽ ഇവിടെ ഒന്നേ ഉള്ളൂ, ആ ഒന്ന് മാത്രം സത്യം എന്ന ബോധത്തിലിരിക്കും. അപ്പോൾ ഒരു ജലത്തിന്റെ ഉയരത്ത് നിന്നുകൊണ്ട് ജലസ്പർശമില്ലാതെ നിൽക്കുന്ന താമരയെ പോലെ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തിന് ഉയരമായിട്ട്, അതായത് ലോകസ്പർശമില്ലാതെ നിൽക്കാൻ സാധിക്കും. യോഗാവസ്ഥ കിട്ടും. ആ ജ്ഞാനിയുടെ ഭാവം താമര സൂചിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഗദ, ചക്രം, ശംഖ്, പത്മം, ഇങ്ങനെ 4 സാധനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 4 പടിയായിട്ട് ഭക്തനെ ഉയർത്തിക്കൊണ്ട് അവന് എല്ലാ മംഗളത്തെയും പ്രദാനം ചെയ്യും. കാരണം ഭഗവത് അനുഭൂതി സിദ്ധിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ മംഗളം എന്താ? മുക്തി തന്നെയാണ്. അപ്പൊ നമുക്ക് മുക്തിയും ലഭിക്കും. അങ്ങനത്തെ വൈഭവത്തോടു കൂടിയവനാണ് ഗുരുവായൂരപ്പൻ എന്ന ഉപദേശവും ഇവിടെ ഈ സ്തോത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഭക്തരോട് വരാൻ പറയാണ്, സധൈര്യം വരിക, ഇവിടെ വന്ന് ഭഗവാന്റെ സന്നിധിയിൽ ഒന്നിരിക്കുക, ഭഗവാന്റെ അനുഭൂതി ഒന്ന് നേടുക, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. അതാണ് തുടക്കത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള വാതാലയാധീശ ഗുരുവായൂരപ്പ നമോ നമസ്തേ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഭവിക്കട്ടെ. ഇതായിരുന്നു 1ാമത്തെ ശ്ലോകം. കല്യാണരൂപായ കലൗ ജനാനാം കല്യാണദാത്രേ കരുണാസുധാബ്ധേ ശംഖാദി ദിവ്യായുധ സത്കരായ വാതാലയാധീശ നമോ നമസ്തേ. ഇതിലെ ഓരോ ശ്ലോകം കഴിഞ്ഞാലും നാരായണ നാമം ജപിക്കുന്ന പതിവുണ്ട്. നാരായണന്റെ നാമം 16 തവണ 4444 എന്ന ക്രമത്തിൽ 16 തവണ നാരായണ 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 നാരായണ, ഇങ്ങനെ 16 തവണ നാരായണന്റെ നാമത്തെ ഓരോ ശ്ലോകം കഴിഞ്ഞാലും ജപിക്കുന്നത് പതിവാണ്. അപ്പൊ ഈ സ്തോത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആ നാമം നിലനിൽക്കും. വളരെ പ്രസക്തമായ നാമമാണ്. സ്തോത്രമൊന്നും അറിയാത്തവർ വെറുതെ ഭഗവാന്റെ ഈ നാമം ഒന്ന് ഉച്ചരിച്ചാൽ മതി, എല്ലാ പാപങ്ങളും തീരും. കാരണം ഭഗവാൻ നമ്മളെങ്ങോട്ട് പിടിച്ചു വലിക്കും. നാമവും നാമിയും ഒന്ന് തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ നാമം. അപ്പൊ നാമത്തിന് അത്രയും അധികം വൈഭവമുണ്ട്. അതുകൊണ്ട് നാമവും ചൊല്ലണം. വെറുതെ ചൊല്ലിയാൽ തന്നെ ഫലമുണ്ടാവും.
അപ്പോൾ ഇത് നമ്മളിവിടെ അർത്ഥധ്യാനം ചെയ്യുന്നത് കൊണ്ട് എല്ലാ ശ്ലോകവും കഴിഞ്ഞ് ഈ നാമം പറയുന്നില്ല. പക്ഷെ എല്ലാ ശ്ലോകവും കഴിഞ്ഞാൽ നാരായണ നാമം 16 തവണ ഉച്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചരിച്ച് വേണം ജപിക്കുമ്പോൾ. നരന്മാർക്ക് മുഴുവൻ ഏകാശ്രയമായിരിക്കുന്നവൻ നാരായണൻ, ജലത്തിൽ വസിക്കുന്നവൻ നാരായണൻ, ഇങ്ങനെയെല്ലാം ആ പേരിന് അർത്ഥമുണ്ട്. അപ്പോൾ ആ നാരായണന്റെ നാമം പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകമാണ്. നാരായണേത്യാദി ജപദ്ഭിരുച്ചൈ ഭക്തൈ സദാപൂർണ മഹാലയായ സ്വതീർത്ഥ ഗാംഗോപമ വാരിമഗ്ന നിവർത്തിതാശേഷ രുചേ നമസ്തേ. ഭഗവാന് വീണ്ടും നമസ്കാരം അർപ്പിക്കുകയാണ്. നാരായണ ഇതി ആദി, നാരായണ എന്ന് തുടങ്ങിയിട്ടുള്ള ജപദ്ഭിർ, ജപത്തിനാൽ, ഉച്ചൈ ഉച്ചത്തിൽ, ഭക്തൈ ഭക്തരാൽ, സദാപൂർണ മഹാലയായ, സദാ ആപൂർണ, ആപൂർണം എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്, അങ്ങനെയുള്ള മഹാലയത്തോടു കൂടിയവനാണ് ഭഗവാൻ. ആ ഭഗവാന് നമസ്കാരം ഭവിക്കട്ടെ. ഭഗവാന്റെ ആലയം മഹാലയമാണ്. അത് ഈ സ്ഥലത്തിന്റെ വലിപ്പമല്ല സൂചിപ്പിക്കുന്നത്, അതിൻ്റെ മഹിമയെയാണ്. ഇവിടെ വന്നാൽ പരമാനന്ദാനുഭൂതി സിദ്ധിക്കും. ലോകത്തിൽ എവിടെയും കിട്ടാത്ത ആ അനുഭൂതി പ്രത്യക്ഷമായിട്ട് കരതലാമലകമായിട്ട് ഇവിടെ ലഭിക്കും. അതുകൊണ്ട് ഇത് മഹാലയമാണ്. ഇങ്ങനെയുള്ള മഹാലയം സദാപൂർണമാണ്, എപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. ആരാൽ? ഭക്തരാൽ, ഭക്തൈ. എങ്ങനെയുള്ള ഭക്തരാണ്? അവര് ഉച്ചത്തിൽ ഒരു മടിയും കൂടാതെ, നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു മടിയും കൂടാതെ അവർ ഉച്ചത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനെ? നാരായണ തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ നാമങ്ങൾ. അനന്തനാമത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഭഗവാന്റെ നാമങ്ങൾക്ക് അവസാനമൊന്നുമില്ല. അപ്പൊ നാരായണൻ എന്നുള്ളത് പ്രമുഖമായ ഒരു നാമമാണ്. അതുപോലത്തെ ഒട്ടനവധി നാമങ്ങളെ ചൊല്ലിക്കൊണ്ട് ഉറക്കെ ഭക്തർ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭക്തരാൽ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് അങ്ങയുടെ ഈ മഹാലയം. അങ്ങനെ ഇരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പൊ നേരത്തെ ഭക്തരെ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ അവർ വന്നാൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവർ ഭഗവാന്റെ നാമത്തെ ജപിക്കണം, ഉറക്കെ ജപിക്കണം. ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഭൂതിയാണ് നമുക്ക് സിദ്ധിക്കുന്നത്. ആ നാമം എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്. ആ ഭാവത്തിൽ നാമം ജപിച്ചുകൊണ്ട് നമ്മളെ തന്നെ പരിശുദ്ധരാക്കണം. ഇപ്പൊ സാധനയ്ക്കുള്ള ഉപദേശവും കിട്ടി. നാമജപം തന്നെയാണ് കലിയുഗത്തിലെ ഏറ്റവും നല്ല സാധന. അതുകൊണ്ടാണ് ഇതിലെ ഓരോ ശ്ലോകവും കഴിഞ്ഞ് നാരായണ നാമം ഇത്രയും തവണ 16 തവണ ഉച്ചരിക്കുന്നത്. അത് ചൊല്ലിയാൽ തന്നെ വളരെയധികം ഗുണമാണ്. അപ്പോൾ നാരായണ തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ദിവ്യനാമങ്ങൾ, ഇപ്പോൾ ഗോവിന്ദ, ഗോപാല, കൃഷ്ണ, ഹരി, ഒരുപാട് നാമങ്ങളുണ്ട്. അങ്ങനത്തെ നാമങ്ങളെല്ലാം ജപിച്ച്, വിഷ്ണു, അങ്ങനത്തെ നാമങ്ങളൊക്കെ ജപിച്ച് ഉറക്കെ ജപിച്ചുകൊണ്ട് ഭക്തന്മാര് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആലയമാണ് നിനക്കുള്ളത്. ഭക്തരില്ലാത്ത ഒരു കാലം ഗുരുവായൂരിലില്ല. എപ്പോഴും തിരക്കാണ്, ഭക്തരുടെ പൂരമാണ് ഇവിടെ. കാരണം ഭഗവാന്റെ അനുഭൂതി അത്രയും ശക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു വലിയ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഭക്തിയുള്ളവരെ എല്ലാം ഗുരുവായൂർ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹാലയമാണിത്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഈ ആലയത്തിൽ അങ്ങ് എന്താണ് ചെയ്യുന്നത്? തുടർന്ന് പറയുന്നു. സ്വതീർത്ഥ ഗാംഗോപമ വാരിമഗ്ന നിവർത്തിത അശേഷ രുചേ നമസ്തേ. സ്വതീർത്ഥ, ഭഗവാനൊരു തീർത്ഥക്കുളമുണ്ട്, രുദ്രതീർത്ഥം. ആ തീർത്ഥം ഗാംഗോപമമാണ്. അതായത് ഗംഗയ്ക്ക് തുല്യമാണ്. എല്ലാം പവിത്രീകരിക്കുന്ന നദിയാണ് ഗംഗ. ആ ഗംഗയ്ക്ക് സമാനമായി എല്ലാവരെയും പവിത്രീകരിക്കുന്ന തീർത്ഥമാണ് രുദ്രതീർത്ഥം. ആ തീർത്ഥത്തിലെ ജലത്തിൽ വാരി മഗ്ന, അതിൽ മുങ്ങി, നിവർത്തിത, ഭക്തര് ഇവിടെ വന്ന് ഭഗവാന്റെ നാമം ജപിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ പലർക്കും പല രോഗങ്ങൾ ഉണ്ടാവും. ആ രോഗം കൊണ്ട് തപിക്കുന്ന ആൾക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ രുദ്രതീർത്ഥത്തിൽ പോയിട്ട് മുങ്ങിക്കുളിക്കുകയാണ്. അവിടെ പോയി ഒന്ന് സ്നാനം ചെയ്യും. അങ്ങനെ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നിവർത്തിത അശേഷ രുചേ, രുചം എന്നാൽ രോഗം, അശേഷം എന്നാൽ എല്ലാ തരത്തിലുള്ള, പൂർണ്ണമായിട്ട്. അപ്പോൾ അവർക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം തന്നെ പരിപൂർണമായിട്ട് നിവർത്തിത, ഇല്ലാതെയാകും. അതിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും.
അപ്പൊ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നാൽ ഗംഗയ്ക്ക് സദൃശമായി പവിത്രമായിരിക്കുന്ന രുദ്രതീർത്ഥത്തിൽ വന്ന് മുങ്ങുന്നു. അങ്ങനെ മുങ്ങിയ മാത്രമേ, വേറൊന്നും ചെയ്തിട്ടില്ല, വെറുതെ വന്ന ആ ജലസ്പർശമേറ്റതോടുകൂടി തന്നെ അവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അവർക്ക് മോചനം കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി അവർ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച് നാരായണ തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ ഉറക്കെ ജപിച്ചുകൊണ്ട് അങ്ങയുടെ ആലയത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ മഹിമാവോടുകൂടിയ ഗുരുവായൂരപ്പ നമസ്തേ, അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. നാരായണേത്യാദി ജപദ്ഭിരുച്ചൈ ഭക്തൈ സദാ പൂർണ്ണ മഹാലയായ സ്വതീർത്ഥഗാംഗോപമ വാരിമഗ്ന നിവർത്തിതാശേഷ രുചേ നമസ്തേ. അത് കഴിഞ്ഞാൽ വീണ്ടും നാരായണ നാമം 16 തവണ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ബ്രാഹ്മേ മുഹൂർത്തെ പരിതഃ സ്വഭക്തൈ സംദൃഷ്ട സർവോത്തമ വിശ്വരൂപ സ്വതൈല സംസേവ കരോഗഹർത്രേ വാതാലയാധീശ നമോ നമസ്തേ. അല്ലയോ വാതാലയാധീശ ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഭവിക്കട്ടെ. ഭ്രാമേ മുഹൂർത്തെ പരിതഃ സ്വഭക്തൈ സ്വം ദൃഷ്ട സർവോത്തമ വിശ്വരൂപ. ഭ്രാമ മുഹൂർത്തത്തിൽ, ഭ്രാമമുഹൂർത്തം, മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റാണ്. ഭ്രാമമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ 36 മിനിറ്റിൽ തുടങ്ങി 48 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് ഭ്രാമമുഹൂർത്തം. ആ ഭ്രാമമുഹൂർത്തത്തിൽ പരിതഃ സ്വഭക്തൈ, സ്വഭക്തന്മാരാൽ ചുട്ടപ്പെട്ടവനാണ് അങ്ങ്. അതായത് ഭഗവാനെ കാണാനുള്ള വാഞ്ച മാത്രമുള്ളവരാണ് ഭഗവാന്റെ ഭക്തർ. ഇവിടെ വന്ന് ഒരിക്കൽ ആ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ലഹരിയാണ്. കാരണം പരമാനന്ദമാണ് കിട്ടുന്നത്. പല വസ്തുക്കളിലും തേടി നോക്കിയത് ഇവിടെ ഇതാ സുലഭമാണ്. വളരെ പ്രയത്നിച്ച് കിട്ടുന്നത് ഇവിടെ വളരെ എളുപ്പത്തിൽ കിട്ടുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ, സൂര്യൻ ഉദിക്കുന്നതിനും എത്രയോ മുമ്പേ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ അങ്ങയുടെ ഭക്തർ വന്നിവിടെ നിറഞ്ഞു നിൽക്കും. അവരിവിടെ ഇങ്ങനെ ചുറ്റി ഭഗവാനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നിൽക്കും. എന്തിനാണ് അങ്ങനെ അവർ പ്രദക്ഷിണം വെക്കുന്നത്? അവരവിടെ സംദൃഷ്ട സർവോത്തമ വിശ്വരൂപ, 2 പ്രകാരത്തിൽ എടുക്കാം ഇത്. അവരിവിടെ വന്ന് കാണുന്നു. എന്താണ് കാണുന്നത്? സർവോത്തമായ, ഏറ്റവും ഉത്തമമായിട്ടുള്ള വിശ്വരൂപത്തെ കാണുന്നു. വിശ്വം തന്നെ രൂപമായിരിക്കുന്നവൻ, വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇതാ ചതുർഭുജ ഭാവത്തിൽ ഇവിടെ ശോഭിക്കുന്നു. ആ ദിവ്യ വിഗ്രഹത്തെ അവർ കാണുന്നു. അതുകൊണ്ട് സംദൃഷ്ട സർവോത്തമ വിശ്വരൂപ, അങ്ങനെ അവർക്ക് ദർശനം കൊടുത്തിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇത് മറ്റൊരു രീതിയിൽ എടുക്കാം. ഭക്തർ വന്നിവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഭക്തരിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ഭക്തരിൽ മുഴുവൻ താനാണെന്നുള്ള ഭാവത്തിൽ ശോഭിക്കുമ്പോൾ അത് തന്നെ വിശ്വരൂപമായി. പലയിടത്തും നിറഞ്ഞു നിൽക്കുന്ന വിശ്വത്തിന്റെ ആ വലിപ്പത്തിന് ഒരു ചെറിയ സാമ്പിൾ ആയിട്ട് അതിനെ നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ വിശ്വരൂപത്തിൽ ശോഭിക്കുന്നവൻ, അവിടെയുള്ള എല്ലാവരിലും നമുക്ക് ഭഗവാനെ തെളിഞ്ഞു കാണാൻ പറ്റും. കാരണം അത്രയും ഭക്തിയോടുകൂടിയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഭഗവത് അനുഭൂതിയാൽ പൂരിതമായിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഭഗവാനിൽ നിന്നും അഭേദം സിദ്ധിക്കും. അപ്പൊ എല്ലായിടത്തും നോക്കിയാലും ഭഗവാനെയാണ് നമ്മൾ ഇവിടെ കാണുക. അത് നമുക്കൊരു വിശ്വരൂപ ദർശനമാണ്. എവിടെ നോക്കിയാൽ, വിശ്വം എന്ന് പറഞ്ഞാൽ സർവം, അപ്പൊ എവിടെ നോക്കിയാലും ഭഗവാനെ തന്നെ കാണുന്നത് കൊണ്ട് സംദൃഷ്ട സർവോത്തമ വിശ്വരൂപ. ഇപ്പൊ 2 പ്രകാരത്തിൽ, ഒന്നെങ്കിൽ ഭഗവാന്റെ വിഗ്രഹം വിശ്വരൂപം തന്നെയാണ്, കാരണം വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന മഹാവിഷ്ണു തന്നെയാണ് ഗുരുവായൂരപ്പൻ, അതുകൊണ്ട് വിശ്വരൂപനാണ്. അല്ലെങ്കിൽ അവിടെയുള്ള ഭക്തരിലൊക്കെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. ഭഗവാന്റെ സന്നിധിയിൽ ചെന്നാൽ നമ്മൾ എവിടെ നോക്കിയാലും ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവത്മയമാണ് ഗുരുവായൂർ അമ്പലം. അപ്പൊ അതാണ് ഭ്രാമേ മുഹൂർത്തെ പരിതസ്വഭക്തൈ സംദൃഷ്ട സർവോത്തമ വിശ്വരൂപ സ്വതൈല സംസേവക രോഗഹർത്രേ. ഭഗവാൻ രോഗത്തെ ഇല്ലാതെയാക്കുന്നവനാണ്. കലിയുഗത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം രോഗമാണ്. പല പ്രകാരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനാലൊക്കെ തപിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് രോഗത്തെ ഇല്ലാതെയാക്കുന്നതിന് കൂടുതൽ വിശേഷത ഇവിടെ പറയുന്നത്. ഇപ്പൊ നേരത്തെ ആ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് തന്നെ രോഗത്തിൽ നിന്നും നിവാരണം നേടുന്നവരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നു, അതുകൊണ്ട് സാധിക്കാത്തവർ, വളരെ കഠിനമായ രോഗമുള്ളവരാണെങ്കിൽ അവരിവിടെ വന്നിട്ട് സ്വതൈല സംസേവക രോഗഹർത്രേ. ഭഗവാനെ ആദ്യം നട തുറന്നു കഴിഞ്ഞാൽ നിർമാല്യ ദർശനമാണ് ഉണ്ടാവുക. തലേ ദിവസത്തെ അലങ്കാരമാണ് നമ്മൾ ആദ്യം കാണുക. അത് കഴിഞ്ഞാൽ അതെല്ലാം മാറ്റിക്കഴിഞ്ഞ് ഭഗവാനെ എണ്ണ കൊണ്ട് കുളിപ്പിക്കും, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. അതാണ് ആടിയ എണ്ണ.
ആ എണ്ണ പിന്നീട് പ്രസാദമായിട്ട് കൊടുക്കും. അത് വളരെ വിശേഷപ്പെട്ട പ്രസാദമാണ്. കാരണം ഭഗവാന്റെ ആ വിഗ്രഹത്തിന് തന്നെ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുക. അപ്പൊ അതിന്റെ സ്പർശനമേറ്റ് വരുന്ന ആ എണ്ണ ഔഷധമായിട്ട് പരിണമിക്കും. അപ്പൊ അത് സേവിച്ചാൽ, അതാണ് തൈലം എന്നാൽ എണ്ണ. അപ്പൊ തൻ്റെ എണ്ണ സംസേവക, അതിനെ സേവിക്കുന്ന ആൾക്കാരുടെ, അപ്പൊ പ്രസാദമായിട്ട് അത് വാങ്ങി വളരെ ശ്രദ്ധയോടുകൂടി ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് സേവിക്കുന്ന ആൾക്കാരുടെ രോഗഹർത്രേ, രോഗത്തെ ഹരിക്കുന്നവനാണ് അങ്ങ്. അപ്പൊ ഭഗവാന്റെ വൈഭവം പറയുകയാണ്. ഭഗവാന്റെ അടുത്ത് വന്ന് ആ തീർത്ഥകുളത്തിൽ കുളിച്ചാൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും രോഗശമനമുണ്ടാവും. അതിൽ നിന്നും പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന്റെ ആ തൈലത്തെ ഒന്ന് സേവിച്ചാൽ മതി. അങ്ങനെ സേവിക്കുന്ന, ശ്രദ്ധയോടുകൂടി സേവിക്കുന്നവർക്ക് ഭഗവാൻ രോഗത്തെ ഇല്ലാതെയാക്കി കൊടുക്കും. ഇനി ഇവിടെ സൂക്ഷ്മമായിട്ടും നമുക്ക് അർത്ഥം പറയാം. ഇപ്പോൾ തൈലം എന്ന് പറയുന്നത് എണ്ണയുടെ ആ ഏകാഗ്രമായ ഒഴുക്കായിട്ട് നമുക്ക് എടുത്താൽ ആ ഒഴുക്കിനെ നമുക്ക് ഭക്തിയായിട്ട് പറയാം. അപ്പൊ എണ്ണ ഏകാഗ്രമായിട്ട് ഒഴുകുന്ന പോലെ മനസ്സൊഴുകണം എന്ന് പറയും. അപ്പൊ അതുപോലത്തെ ഭാവത്തിലുള്ള ഭക്തിയെ നമുക്ക് അങ്ങയുടെ തൈലമായിട്ട് എടുക്കാം. ആ തൈലത്തെ സേവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭക്തിയെ സേവിക്കുന്നവനാൽ എല്ലാ രോഗങ്ങളും ഇല്ലാതെയാക്കപ്പെടും. അങ്ങ് അവന്റെ എല്ലാ രോഗത്തെയും ഇല്ലാതെയാക്കും. കാരണം ഭക്തി ഒന്ന് തന്നെ ഔഷധമാണ്. ബാഹ്യമായി ഇതെല്ലാം എത്ര ശക്തമാണോ അതിനേക്കാൾ ശക്തി ഭക്തിക്കുണ്ട്. അപ്പൊ ഭഗവാന്റെ നാമജപം കൊണ്ട് തന്നെ രോഗം മാറിയ എത്രയോ പേരുണ്ട്. ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ആ അനുഭൂതിയുടെ നിറവ് കൊണ്ട് തന്നെ രോഗം മാറിയവരുണ്ട്. അപ്പോൾ ആ ഭാവത്തിലും എടുക്കാം. അതല്ലെങ്കിൽ ഭഗവാന്റെ തൈലത്തെ സേവിക്കുന്നവരുടെ രോഗത്തെ മാറ്റുന്നവൻ എന്നും എടുക്കാം. അപ്പൊ ഒരു വ്യക്തിയുടെ തലമനുസരിച്ചിട്ടാണ്. ഭഗവാന്റെ അനുഭൂതി അതിന്റെ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ല. ഭഗവാന്റെ സ്മരണ കൊണ്ട് തന്നെ അവർക്ക് എല്ലാം ലഭിക്കും. എന്നാൽ തുടക്കക്കാർക്കൊക്കെ ഭഗവാന്റെ ഓരോരോ ഭാവങ്ങളെ പ്രത്യേകം എടുത്തു കാണുന്നത് ഇഷ്ടമാണ്, അത് ആവശ്യവുമാണ്. അതുകൊണ്ട് അവർക്ക് തൈലസേവനം കൊണ്ട് തന്നെ രോഗമില്ലാതെയാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വാതാലയാധീശ ഗുരുവായൂരപ്പ നമോ നമസ്തേ, അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഭവിക്കട്ടെ. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. ബ്രാഹ്മേ മുഹൂർത്തേ പരിതസ്വഭക്തൈ സംദൃഷ്ട സർവോത്തമ വിശ്വരൂപ സ്വതൈല സംസേവക രോഗഹർത്രേ വാതാലയാധീശ നമോ നമസ്തേ. വീണ്ടും നാരായണ നാമം 16 തവണ ചൊല്ലണം. അടുത്തത് നാലാമത്തെ ശ്ലോകം. ബാലാൻ സ്വകീയാൻ തവ സന്നിധാനേ ദിവ്യാനദാനാത് പരിപാലയദ്ഭിഃ യഥാ സദാ പഠദ്ഭിശ്ച പുരാണരത്നം സംസേവിതായാസ്തു നമോ ഹരേതേ. പലതരത്തിലുള്ള ഭക്തര് വന്നിട്ട് അങ്ങയെ പല പ്രകാരത്തിൽ സേവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം സ്വീകരിച്ച്, സേവനം എന്നിവിടെ പറഞ്ഞാൽ ഉപാസന എന്നാണ് ഉദ്ദേശിക്കുന്നത്. പല രീതിയിൽ അങ്ങയെ ഉപാസിക്കുന്നവരാൽ ഉപാസിക്കപ്പെട്ടുകൊണ്ട് ശോഭിക്കുന്ന ഗുരുവായൂരപ്പ ഹരേ തേ നമഃ, അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. അവരുടെ എല്ലാം മനസ്സിനെ ആകർഷിക്കുന്നവനായതുകൊണ്ട് അങ്ങ് ഹരിയാണ്. അവരുടെ രോഗങ്ങളെയെല്ലാം ഹരിക്കുന്നവനായതുകൊണ്ട് ഹരിയാണ്. അവരുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ടും ഹരിയാണ്. അങ്ങനെയുള്ള ഹരിയെ അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പോൾ ഒരുപാട് പേര് വന്ന് ഉപാസിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ആൾക്കാർ വന്ന് ഉപാസിക്കുന്നത് അത് പറയുകയാണ്. ബാലാൻ സ്വകീയാൻ, സ്വന്തം കുട്ടികളെ, തവ സന്നിധാനെ, അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന്, ദിവ്യാനദാനാത് പരിപാലയദ്ഭി, ദിവ്യമായ അന്നത്തെ കൊടുത്തുകൊണ്ട് പരിപാലിക്കുന്ന ആൾക്കാരാൽ അങ്ങ് സംസേവിക്കപ്പെടുന്നു, ഉപാസിക്കപ്പെടുന്നു. അതായത് അവരുടെ മക്കളെ, ആ മക്കൾക്ക് അന്നം കൊടുക്കാനുള്ള പ്രായമാകുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുവന്ന് അങ്ങയുടെ സന്നിധിയിൽ ഇരുത്തി അവർക്ക് ചോറ് കൊടുക്കും. അന്നപ്രാശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ചോറൂണ്. ആ വഴിപാട് നടത്തിക്കൊണ്ട് ആ കുട്ടികളെ പരിപാലിക്കുന്ന അച്ഛനമ്മമാരാൽ അങ്ങ് പരിസേവിക്കപ്പെടുന്നു, ഉപാസിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ഭക്തർ ഇവിടെ വരുന്നുണ്ട്. ഇന്നും നമുക്ക് കാണാം ചോറൂണിനായിട്ട് കുട്ടികളെയും പിടിച്ചു വരുന്നത്. ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ പ്രസാദമാണെന്ന ഭാവത്തിൽ അന്നം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ എന്ന പരമവിശ്വാസമുള്ളത് കൊണ്ട് അങ്ങനെ വന്ന ആൾക്കാർ അങ്ങയെ ഉപാസിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് തന്നെ ഭഗവാന്റെ ഉപാസന കൂടി കൊടുക്കുകയാണ്. വാസ്തവത്തിൽ അന്നം കൊടുക്കുന്ന സമയത്ത് ഭഗവാനാണ് നിന്റെ ആശ്രയം എന്നുള്ള ഒരു തത്വം കൂടി ആ കുട്ടിക്ക് കിട്ടുകയാണ്.
അപ്പൊ അതിലൂടെ ഉപാസന കിട്ടി ആ കുട്ടി വലുതായാൽ ഉപാസിച്ച് ഗുരുവായൂരപ്പനോട് അടുക്കും. അതുകൊണ്ട് ബാലാൻ സ്വകീയാൻ തവ സന്നിധാനെ ദിവ്യാനദാനാത് പരിപാലയദ്ഭി, അങ്ങനെ മക്കളെ പരിപാലിക്കുന്ന, അന്നദാനം കൊടുക്കുന്ന, അന്നപ്രാശം നടത്തുന്ന ഭക്തരാൽ അങ്ങ് ഉപാസിക്കപ്പെടുന്നു. അവർ മാത്രമാണോ? അല്ല. സദാ പഠദ്ഭിശ്ച പുരാണരത്നം. പുരാണരത്നം, രത്നം എന്നാൽ ശ്രേഷ്ഠം, ശ്രേഷ്ഠമായ പുരാണം. പുരാണങ്ങൾ 18 എണ്ണമുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ഏതാ എന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം തന്നെയാണ്. കാരണം ഭഗവാന്റെ മുഴുവൻ സത്ത അതിലുണ്ട്. കൃഷ്ണനെ നേരിട്ട് കിട്ടിയ അനുഭവമാണ് ഭാഗവതം വായിച്ചാൽ. അപ്പൊ ഗുരുവായൂരപ്പൻ വിഗ്രഹരൂപത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഗ്രന്ഥരൂപത്തിൽ ഇരിക്കുന്നതാണ് ഭാഗവതം. അപ്പൊ അതുകൊണ്ട് ഭാഗവതത്തെ പുരാണരത്നം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രേഷ്ഠമായ പുരാണത്തെ പഠദ്ഭിശ്ച സദാ, പഠിക്കുന്നവരാലും സദാ സംസേവിതായ അങ്ങ് ഉപാസിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ വന്ന് മക്കളെ കൊണ്ടുവരുന്ന ഗൃഹസ്ഥന്മാരുണ്ട്. അവര് വന്ന് അവരുടെ മക്കൾക്കും എല്ലാ ഐശ്വര്യവും ലഭിക്കണേ, അവർക്ക് ഇതുവരെ ലഭിച്ചതുപോലെ തന്നെ മക്കൾക്കും ഐശ്വര്യം ലഭിക്കണേ എന്ന ഭാവത്തോടു കൂടി ഭഗവാന്റെ പ്രസാദത്തെ അവർക്ക് കൊടുത്ത് അവരുടെ ചോറൂണ് കർമ്മം നടത്തുന്നു. അങ്ങനെ അവർ അങ്ങയെ ഉപാസിക്കുന്നു. എന്നാൽ പരമഭക്തരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ സന്നിധിയിൽ പല സ്ഥലത്തിരുന്നു കൊണ്ട് പുരാണരത്നമായ ഭാഗവതത്തെ പാരായണം ചെയ്തുകൊണ്ട് അങ്ങയെ ഉപാസിക്കുന്നു, അങ്ങയെ സന്തോഷിപ്പിക്കുന്നു. അങ്ങയുടെ കഥ അങ്ങയുടെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് അങ്ങയെ സന്തോഷിപ്പിക്കാനും സ്വയം സന്തോഷിക്കാനും അവർ ശ്രമിക്കുന്നു. അത് അവരുടെ ഉപാസനയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാൽ സംസേവിക്കപ്പെടുന്ന അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. ബാലാൻ സ്വകീയാൻ തവ സന്നിധാനെ ദിവ്യാനദാനാത് പരിപാലയദ്ഭി സദാ പഠദ്ഭിശ്ച പുരാണരത്നം സംസേവിതായാസ്തു നമോ ഹരേതേ. അത് കഴിഞ്ഞാൽ വീണ്ടും നാരായണ നാമം 16 തവണ ഉച്ചരിക്കണം. അത് കഴിഞ്ഞ് 5ാമത്തെ ശ്ലോകമാണ്. നിത്യാനദാത്രേ ച മഹീസുരേഭ്യ നിത്യം ദിവിസ്ഥൈർ നിശിപൂജിതായ മാത്രാ ച പിത്രാ ച തതോദ്ധവേന സംപൂജിതായാസ്തു നമോ നമസ്തേ. ഭഗവാന്റെ വൈഭവത്തെ വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ്. ഭഗവാന് നമസ്കാരം അർപ്പിക്കുകയാണ്. ആദ്യം പറയുന്നു നിത്യാന്നദാത്രേ ച മഹീസുരേഭ്യ. മഹീസുരന്മാർക്ക് നിത്യം അന്നത്തെ കൊടുക്കുന്നവനാണ് അങ്ങ്. മഹി എന്നാൽ ഭൂമി, സുരൻ എന്നാൽ ദേവൻ. ഇപ്പൊ ഭൂസുരൻ, ഭൂമിയിൽ സുരനായിട്ട് വർത്തിക്കുന്നവൻ. ദേവൻ എന്ന ശബ്ദത്തിന് പ്രകാശമുള്ളവൻ എന്നർത്ഥമെടുത്താൽ ഭൂമിയിൽ വളരെ തേജസ്സോടുകൂടി വർത്തിക്കുന്നവർ. ദേവശബ്ദത്തിന് പൂജാർഹർ എന്ന അർത്ഥമെടുത്താൽ ഭൂമിയിൽ പൂജിക്കപ്പെടുന്നവർ. ആരാണ്? ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ജാതി എന്ന അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. അപ്പൊ ഈ കൃതി രചിച്ചിട്ടുള്ളത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്താണ്. ആ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണർക്ക് ഗുരുവായൂരിൽ പ്രത്യേകമായിട്ടുള്ള സദ്യ ഊട്ടുപുറയിൽ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. നമസ്കാര സദ്യ എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിത്യാന്നദാത്രേച്ച മഹീസുരേഭ്യ. എല്ലാ ദിവസവും ബ്രാഹ്മണന്മാർക്ക് അന്നം കൊടുക്കുന്നവനാണ്. പക്ഷെ ഇവിടെ ബ്രാഹ്മണ ശബ്ദം കൊണ്ടൊരു ജാതിയെ അല്ല സൂചിപ്പിക്കുന്നത്, ഒരു ഭാവത്തെയാണ്, വർണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രാഹ്മണർക്ക് പൊതുവെ ദാനം കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും. അവരെ മഹീസുരന്മാരെന്ന് വിളിക്കുന്നത് തന്നെ അവർ ഭൂമിയിൽ ദേവതുല്യരാണ്, പൂജിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ്. അതെന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, വിദ്യയ്ക്ക് വേണ്ടി ജീവിതത്തെ അർപ്പിച്ചവരാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ. അവർക്ക് അറിവ് സമ്പാദിക്കാനും അറിവ് പ്രചരിപ്പിക്കാനുമാണ് കർമ്മം. ഈശ്വരനെ അറിഞ്ഞവരാണ് ബ്രാഹ്മണർ. ഇപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞവർ ബ്രാഹ്മണൻ എന്ന ആ പദത്തിന് അർത്ഥം വന്നു. അപ്പോൾ അറിവിലൂടെയാണ് അവരുടെ ജീവിതം. സ്വധർമ്മം അനുസരിച്ച് നോക്കിയാൽ 4 വർണ്ണങ്ങൾക്കും 4 പ്രകാരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അതിൽ ബ്രാഹ്മണർക്കുള്ളത് അറിവ് സമ്പാദിക്കുകയും അറിവ് പ്രചരിപ്പിക്കുകയും എന്നുള്ള കർമ്മമാണ്. അപ്പൊ ഇവര് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അറിവ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ അവര് അറിവിനെ വിൽക്കേണ്ടി വരും. അങ്ങനെ അറിവ് വിറ്റ ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അറിവിനെ അത് ദൂഷിക്കും. കാരണം അറിവ് വിൽക്കപ്പെടേണ്ടതല്ല, എല്ലാവരും അർഹിക്കുന്നതാണ് അറിവ്. അപ്പൊ എല്ലാവർക്കും അറിവ് കൊടുക്കണം. അത് അവരുടെ പാത്രം നോക്കി കൊടുക്കണം. അതായത് ഓരോരുത്തർക്കും ഓരോ അർഹതയാണ്. എല്ലാ അറിവും എല്ലാവർക്കും ഉള്ളതല്ല, ചിലത് ചിലർക്ക് മാത്രമാണ്. അപ്പോൾ ഒരു അറിവ് ഒരു വ്യക്തിക്ക് അർഹതയുണ്ടോ എന്ന് നോക്കി കൊടുക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണം, ബ്രാഹ്മണന് സാധിക്കണം. പക്ഷേ അവൻ അറിവ് വിറ്റിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ധനം കൊടുക്കുന്ന ആൾക്ക് അവൻ അറിവ് കൊടുക്കും. ആ അറിവിന് അയാൾ അർഹനല്ലെങ്കിലും അയാൾക്ക് കൊടുക്കും. ധനം കൊടുക്കാത്തവന് അയാൾ അറിവ് കൊടുക്കുകയുമില്ല. കാരണം അയാളുടെ ഉപജീവനം ഇതാണ്. അപ്പോൾ അർഹനായ ഒരു വ്യക്തി ധനമില്ലാത്തതിന്റെ പേരിൽ അറിവിൽ നിന്നും അകറ്റി നിർത്തപ്പെടും.
ഇതുണ്ടാവാൻ പാടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുക്കണം എന്ന് പറയുന്നത്. അതായത് അറിവിന് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച ആൾക്കാർക്ക് നമ്മൾ ദാനം കൊടുത്താൽ പിന്നെ ഉപജീവനത്തിന് വേണ്ടി അവർക്ക് മറ്റ് പ്രയത്നങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അറിവ് സമ്പാദിക്കാനും അറിവ് വാരി വിതരാനും അവർക്ക് സാധിക്കും. അപ്പോൾ പാത്രം നോക്കി കൊടുക്കാൻ അവർക്ക് പറ്റും. അർഹരായവർക്ക് അർഹമായ വിദ്യ കൊടുക്കും, അനർഹരായവർക്ക് കൊടുക്കുകയില്ല. കാശൊന്നും നോക്കിയിട്ട് അവർ ഒരിക്കലും അറിവ് കൊടുക്കില്ല, വാരി വിതരും. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്ന രീതിയിൽ ജീവിക്കും. അത് സമൂഹത്തിന് ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് മറ്റു വർണ്ണത്തിലുള്ളവർ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ടായത്. അത് പിന്നീട് ജാതീയമായ ഒരു തലത്തിലേക്ക് എത്തി. പൂനൂല് ധരിച്ചവർക്ക് കൊടുക്കണമെന്നൊക്കെയായി അകത്തുള്ള സ്വഭാവത്തിനും ആ സ്വധർമ്മത്തിനും ഒക്കെയുള്ള പ്രസക്തി നഷ്ടമായി. അത് കാലദോഷം കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ഈ ഒരു ചിട്ട വരാനുള്ള കാരണം ഇതായിരുന്നു. കാരണം അറിവിന് വേണ്ടി ജീവിതം അർപ്പിച്ചവർക്ക് ലോകത്തിലുള്ള മറ്റുള്ളവർ ദാനം കൊടുത്താൽ അവരുടെ അറിവ് കൊണ്ട് ലോകത്തിന് ഗുണമുണ്ടാവും. ഈ ഒരു ഭാവത്തിലാണത് സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് ഊട്ടുണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുകയാണ് നിത്യാന്നദാത്രേച്ച മഹീസുരേഭ്യ. ഇനി ഇവിടെ സൂക്ഷ്മമായിട്ട് നമുക്കൊരു അർത്ഥം കൂടി എടുക്കാം. നമ്മൾ സ്വയം മഹീസുരന്മാരായി ഭവിച്ചാൽ, കാരണം മഹീസുരനാവുക എന്ന് പറഞ്ഞാൽ പൂജിക്കത്തക്ക വ്യക്തിത്വം നേടുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഭഗവാന്റെ ഉപാസനയിലൂടെയാണ്. ഭഗവാനെ നന്നായി ഉപാസിച്ച് ഭഗവത് അനുഭൂതി നമ്മുടെ ഉള്ളിൽ ശോഭിക്കാൻ തുടങ്ങിയാൽ നമ്മളും പൂജാർഹരാകും. കാരണം ഭഗവാനെ പൂജിക്കുന്ന പോലെ തന്നെ ഭഗവാന്റെ ഭക്തരെയും പൂജിക്കുക പതിവാണ്. കാരണം ഭഗവത് സന്നിധി അവരുടെ ഉള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും, സാന്നിധ്യം അറിയാൻ പറ്റും, ഭഗവാനാൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തരും. അപ്പൊ അങ്ങനെ നമ്മൾ ഭക്തിയിലൂടെ മഹീസുരന്മാരായി ഭവിച്ചാൽ നമുക്ക് നിത്യം അന്നത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ എന്ന സൂക്ഷ്മാർത്ഥവും വന്നു. അപ്പൊ നമ്മൾ നമ്മളെ സ്വയം ഉയർത്തിയാൽ, കാരണം ആ ഒരു പദത്തിലേക്ക് ആർക്കും എത്താം. ശുദ്ധമായ ഭക്തിയെ സേവിച്ചുകൊണ്ട് ദിവസവും സാധന ചെയ്താൽ, ജപം തുടങ്ങിയ സാധന ചെയ്താൽ നമുക്കൊക്കെ ഉയരാൻ പറ്റുന്ന തലമാണ് ഭക്തോത്തമന്റെ തലം. ആ ഭക്തോത്തമനെ ഇവിടെ മഹീസുരനായിട്ടെടുത്താൽ അങ്ങനെയുള്ള ഭക്തോത്തമന്മാർക്ക് യോഗക്ഷേമം വഹാമ്യഹം ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കും. അവർക്ക് ഇല്ലാത്തത് നേടിക്കൊടുക്കും, അതാണ് യോഗം. അവർക്ക് ഉള്ളതിനെ സംരക്ഷിക്കും, അത് ക്ഷേമം. ഇത് രണ്ടും ഞാൻ ചെയ്യും. അതുകൊണ്ട് അവർക്ക് നിത്യാന്നദാത്രേ എന്ന് വിളിച്ചിരിക്കുന്നു. അവർക്ക് നിത്യം അന്നത്തെ കൊടുക്കുന്നവനെ. അന്നം എന്ന ശബ്ദം കൊണ്ട് എല്ലാ ഭോഗത്തെയും എടുക്കാം. അപ്പൊ അവർ ഭുജിക്കുന്നതെല്ലാം, അവരെന്തെല്ലാം ലോകത്തിൽ അനുഭവിക്കുന്നു അതൊക്കെ അങ്ങയുടെ ദാനമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങ് അവരെ സഹായിക്കുന്നു. അതുകൊണ്ട് നിത്യാന്നദാത്രേച്ച മഹീസുരേഭ്യ. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ബ്രാഹ്മണർക്ക് ഊട്ടുണ്ടായിരുന്ന ആ കാലത്തെ നമുക്ക് ഓർമ്മിക്കാം. അങ്ങനെ ബ്രാഹ്മണരെ നിത്യം ഊട്ടിയിരുന്നവർ. വിദ്യ ആർജിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് അന്നം മുട്ടാതെ കൊടുത്തിരുന്ന സർവേശ്വരനായ അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങനെയുള്ള അങ്ങ് ഭൂമിയിലുള്ള സുരന്മാർക്ക് അങ്ങ് അന്നം കൊടുക്കുന്നു. ആ അങ്ങയെ സാക്ഷാത് സുരന്മാര് വന്ന് നിത്യം സേവിക്കുകയാണ്. അതാണ് തുടർന്ന് പറയുന്നത്, നിത്യം ദിവിസ്തൈ നിശി പൂജിതായ. നിത്യം എല്ലാ ദിവസവും ദിവിസ്തൈ, അതായത് സ്വർഗത്തിൽ വസിക്കുന്നവർ ദേവന്മാർ, അതാണ് ദിവിസ്തൈ എന്ന പദം കൊണ്ട്. അപ്പൊ ദേവന്മാരാൽ നിശി എല്ലാ രാത്രിയും പൂജിതായ പൂജിക്കപ്പെടുന്നവനായ ഗുരുവായൂരപ്പനായിക്കൊണ്ട് നമസ്കാരം വീണ്ടും വീണ്ടും ഭവിക്കട്ടെ. ഗുരുവായൂർ ക്ഷേത്രം സാക്ഷാത് ഭൂലോക വൈകുണ്ഠമാണെന്ന് പറയും. വൈകുണ്ഠത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. വൈകുണ്ഠം ലോകങ്ങൾക്കെല്ലാം അതീതമാണ്. ദേവന്മാർക്ക് എപ്പോഴും ആശ്രയമായിരിക്കുന്നത് വൈകുണ്ഠമാണ്, ഭഗവാന്റെ സന്നിധിയാണ്. അവിടെ ചെന്ന് ഭഗവാനെ പൂജിച്ചാലേ അവർക്ക് സമാധാനമുള്ളൂ. കാരണം അവരുടെ എല്ലാം ഐശ്വര്യത്തിന്റെ ഉറവിടം ഭഗവാന്റെ അനുഗ്രഹമാണ്. എന്നാൽ ഇവിടെ ഭൂമിയിൽ ഇതാ ഒരു വൈകുണ്ഠമുണ്ട്. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വൈകുണ്ഠമാണ്. ഇവിടെ വൈകുണ്ഠമല്ല എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. അത്രയും അനുഭവം ഇവിടെ വന്നവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ സാക്ഷാത് അവിടെ ആ വൈകുണ്ഠത്തിലിരിക്കുന്നവൻ അതുപോലെ തന്നെ ഇവിടെ ശോഭിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പൊ അങ്ങനെ ശോഭിക്കുന്നുവെങ്കിൽ ദേവന്മാർക്ക് ഇതും വൈകുണ്ഠമാണ്. അപ്പൊ ഭഗവാനെ ഇവിടെ വന്ന് പൂജിക്കാൻ അവർ പ്രേരിതരാവുകയാണ്. അപ്പൊ സാധാരണക്കാരുള്ള സമയത്ത് വരാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും അവരുടെ ഉപാസന കഴിഞ്ഞ് മടങ്ങിക്കഴിഞ്ഞാൽ, മർത്യന്മാര് പോയി കഴിഞ്ഞാൽ, സാധാരണക്കാര് പോയി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ദേവന്മാര് വന്നിട്ട് ദിവസവും അങ്ങയെ പൂജിക്കുന്നു. അവർക്ക് ഇത് വൈകുണ്ഠമാണ്. അത്രയും മഹിമാവോട് കൂടിയ ധാമമാണിതെന്ന് കവിയുടെ പറയുകയാണ്, ഭക്തരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദേവന്മാരുടെ പൂജയെ ഏറ്റുവാങ്ങുന്ന, അതുപോലെ മഹീസുരന്മാർക്ക് അന്നത്തെ ദാനം ചെയ്യുന്ന ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് നമസ്കാരം. ദേവന്മാർ മാത്രമാണോ അങ്ങയെ പൂജിച്ചിട്ടുള്ളത്? ഈ ദിവ്യ വിഗ്രഹം അല്ല.
അത് പൂജിച്ചിട്ടുള്ള വേറെയും കേമന്മാരുണ്ട്. അവരുടെ പേര് പറയാണ് മാത്രാച പിത്രാച തഥാ ഉദ്ധവേന സംപൂജിതായാസ്തു നമോ നമസ്തേ. അങ്ങയുടെ ഈ ദിവ്യ വിഗ്രഹം അമ്മയാൽ പൂജിക്കപ്പെട്ടതാണ്. ആരാണ് അമ്മ? ദേവകി. പിതാവിനാൽ പൂജിക്കപ്പെട്ടതാണ്. ആരാത്? വസുദേവൻ. ദേവകിയും വസുദേവരും ഈ വിഗ്രഹത്തെ ഉപാസിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങയെ പുത്രനായിട്ട് ലഭിച്ചത്. തമദ്ഭുതം ബാലകം അംബുജേക്ഷണം എന്ന് പറയുന്ന ആ വർണ്ണന, ഭഗവാന്റെ ആദ്യത്തെ ദർശനം ആ കാരാഗ്രഹത്തെ അവർക്ക് ലഭിക്കുന്നത് ചെറിയ കുട്ടിയായിട്ടാണ്. 4 കൈകളോട് കൂടിയ ചെറിയ കുട്ടി, ദിവ്യാംബരം ധരിച്ചിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്, ദിവ്യ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ശോഭിക്കുന്ന ശംഖ് ചക്രം ഗദാ പത്മമൊക്കെ പിടിച്ചിട്ടുള്ള, കൗസ്തുഭരത്നം ധരിച്ചിട്ടുള്ള, ശ്രീവത്സം എന്ന മറുകുള്ള കിരീടം ധരിച്ചിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ അവർ കണ്ടത് ഈ വിഗ്രഹത്തെ ഉപാസിച്ചിട്ടാണ്. അപ്പൊ അന്ന് ദേവകിയും വസുദേവരും ഉപാസിച്ച ആ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. അതിനെ വന്നിട്ടാണ് ദേവന്മാര് പൂജിക്കുന്നത്. ദേവകിയും വസുദേവരും മാത്രമല്ല, മറ്റൊരു ഭാഗ്യവാൻ കൂടി ഇതിനെ ഉപാസിച്ചിട്ടുണ്ട്. അതാരാ? ഉദ്ധവേന. ഉദ്ധവരാൽ ഇത് ഉപാസിക്കപ്പെട്ടു. കാരണം ഉദ്ധവര് സദാ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ സ്വയം ഈ വിഗ്രഹത്തെ ഉപാസിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പൊ ഭഗവാന്റെ സദാ കൂടെ ഉണ്ടായിരുന്ന ഉദ്ധവരും ഉപാസിച്ചിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ഭഗവാൻ അവസാനം ഈ വിഗ്രഹം ഏൽപ്പിക്കുന്നത് ഉദ്ധവർക്കാണ്. ദ്വാരക ജലത്തിൽ പോകുന്ന സമയത്ത് ഈ വിഗ്രഹം ഭദ്രമായിട്ട് ഭൂമിയിൽ ഒരിടത്ത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഉദ്ധവർക്കാണ്. അപ്പൊ ഇത്രയും ദിവ്യമായ സാക്ഷാത് ഭഗവാൻ പൂജിച്ച വിഗ്രഹം കിട്ടിയാൽ ഉദ്ധവരത് ഉപാസിക്കാതിരിക്കുമോ? അപ്പോൾ ഉദ്ധവരും അതിന് പൂജ അർപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഉദ്ധവരാൽ പൂജിക്കപ്പെട്ടിട്ടുള്ള, ഉദ്ധവർ എന്ന് പറഞ്ഞാൽ മഹാഭക്തനാണ്. ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്നു, എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന മഹാഭക്തനാണ്. അദ്ദേഹത്തിനാണ് ഉദ്ധവഗീത ഭഗവാൻ ഉപദേശിച്ചത്, ബദ്രികാശ്രമത്തിലേക്ക് അയച്ചത്. അപ്പൊ ആ ഉദ്ധവരാൽ കൂടി പൂജിക്കപ്പെട്ടതാണ്. പിന്നീട് ബദ്രികാശ്രമത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് ആ വിഗ്രഹം തന്റെ ഗുരുവായ ദേവഗുരുവായ ബൃഹസ്പതിക്ക് കൊടുത്തു. ബൃഹസ്പതി വായുവിനെയും കൂട്ടി, അങ്ങനെ ഗുരുവും വായുവും കൂട്ടി ഇവിടെ വന്ന് പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് ഗുരുവായൂരപ്പനായി. അപ്പോ അമ്മയാൽ പൂജിക്കപ്പെട്ടതാണ്, അച്ഛനാൽ പൂജിക്കപ്പെട്ടതാണ്, ഉദ്ധവരാൽ പൂജിക്കപ്പെട്ടതാണ്, ദേവന്മാരാൽ പൂജിക്കപ്പെട്ടതാണ് ഈ വിഗ്രഹം. ദേവന്മാര് പിന്നെ ഇപ്പോഴും വന്ന് പൂജിക്കുന്നു എല്ലാ രാത്രിയും. അപ്പൊ ഭഗവാന്റെ ഭാവം കൂടി ഇവിടെ കാണിച്ചു. വാത്സല്യഭാവത്തിൽ ഈ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും വാത്സല്യഭാവത്തിലാണ്, പുത്രഭാവത്തിലാണ് ആരാധിക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഭാവത്തെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഉദ്ധവര് മിത്രനാണ്, സുഹൃത്താണ്. അപ്പൊ സുഹൃത്ത് എന്ന ഭാവത്തിലാണ് അദ്ദേഹം ആരാധിച്ചിട്ടുള്ളത്. ആ ഭാവത്തിലും ഭഗവാൻ അത് സ്വീകരിച്ചിട്ടുണ്ട്. ദേവന്മാർക്ക് ഭഗവാൻ രാജാവാണ്, സർവേശ്വരനാണ്. അപ്പൊ ആ സർവേശ്വരൻ എന്ന ഭാവത്തിലും ഭഗവാൻ ഉപാസനയെ സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്വീകരിക്കുന്നു. അപ്പൊ എല്ലാ പ്രകാരത്തിലുള്ള ഉപാസനയെയും സ്വീകരിക്കുന്നവനാണ് ഭഗവാൻ. വാത്സല്യഭാവത്തോടു കൂടി വരുന്നവർക്ക് മകനായിട്ട് നിൽക്കുന്നവനാണ് ഭഗവാൻ. തന്നെ ഈശ്വരനായി കാണുന്നവർക്ക് ഈശ്വരനായി, ചക്രവർത്തിയായിട്ട്, ലോക ചക്രവർത്തിയായിട്ട് വർത്തിക്കുന്നവനാണ് ഭഗവാൻ. സുഹൃത്തായിട്ട് കാണുന്നവർക്ക് സുഹൃത്തായിട്ട് വർത്തിക്കുന്നവനാണ്. അങ്ങനെ ഏത് പ്രകാരത്തിൽ ഭഗവാനെ സമീപിക്കാം. അപ്പോൾ ഗുരുവായിട്ട് സമീപിച്ചാൽ ഗുരുവായിട്ട് ഭഗവാൻ വർത്തിക്കും. അപ്പൊ നമ്മൾ ഏത് പ്രകാരത്തിൽ പോയാലും ആ പ്രകാരത്തിലുള്ള ഉപാസനയെ സ്വീകരിക്കാനുള്ള സമ്മതിയോടുകൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ പദങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമോ നമസ്തേ, വീണ്ടും വീണ്ടും നമസ്കാരം ഭവിക്കട്ടെ എന്ന് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നിത്യാനദാത്രേച മഹീസുരേഭ്യ നിത്യം ദിവിസ്ഥൈർ നിശിപൂജിതായ മാത്രാച പിത്രാച തതോദ്ധവേന സംപൂജിതായാസ്തു നമോ നമസ്തേ. വീണ്ടും നാരായണ നാമം 16 തവണ ചൊല്ലണം. അത് കഴിഞ്ഞാൽ ഇനി 2 ശ്ലോകങ്ങളെയാണ്, ഫലശ്രുതിയാണ്. ആദ്യമായി പറയുന്നു, അനന്തരാമാഖ്യ മഖിപ്രണീതം സ്തോത്രം പഠേദ്യസ്തു നരസ്ത്രികാലം വാതാലയേശസ്യ കൃപാബലേന ലഭേത സർവാണി ച മംഗലാനി. ഈ സ്തോത്രം ജപിച്ചാലുള്ള ഫലമാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് ഇത് ആരെഴുതി എന്നുള്ളതാണ്. പണ്ടുകാലത്ത് കവികൾ പൊതുവെ അവരുടെ പേര് രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു അനന്ത രാമാഖ്യ മഖിപ്രണീതം. അനന്തരാമൻ എന്ന പേരോടുകൂടിയ മഖിയാൽ പ്രണീതമാണ്. മഖം എന്നാൽ യാഗം, മഖി എന്നാൽ യാഗം ദീക്ഷിച്ചിട്ടുള്ളവൻ, അതായത് യാഗം ചെയ്യുന്നവൻ, യാഗം ചെയ്യാനായിട്ട് ദീക്ഷയുള്ളവൻ, അതായത് ദീക്ഷിതർ. അപ്പോ അനന്തരാമ ദീക്ഷിതരാൽ പ്രണീതമാണ്, രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്തോത്രം.
കവിയുടെ പേര് ഇവിടെ പറഞ്ഞു, അനന്തരാമ ദീക്ഷിതർ. സെങ്കലിപുരം അനന്തരാമ ദീക്ഷിതരാണ് ഇത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സ്തോത്രത്തെ യഹ് തു പഠേത്, ആരാണോ പഠിക്കുന്നത്, നരഹ, ഏത് നരനാണോ പഠിക്കുന്നത്, എപ്പോൾ, ത്രികാലം, 3 കാലങ്ങളിൽ, അതായത് പ്രഭാതത്ത്, ഉച്ചയ്ക്ക്, സന്ധ്യയ്ക്ക്, അങ്ങനെ 3 കാലങ്ങളിൽ ആരാണോ ഈ സ്തോത്രത്തെ പഠിക്കുന്നത്, വാതാലയേശസ്യ, അവന് വാതാലയേശന്റെ, അതായത് ഗുരുവായൂരപ്പന്റെ കൃപാബലേന, കൃപത്തിന്റെ ബലത്താൽ, ലഭേത, ലഭിക്കും, സർവാനിച്ച മംഗലാനി, എല്ലാ മംഗളങ്ങളെയും ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അവന് ലഭിക്കും, അത് ഉറപ്പാണ് എന്ന് കവി ഇവിടെ പറയുകയാണ്. കവിക്ക് ഇത് ചൊല്ലിയപ്പോൾ കിട്ടിയ അനുഭവം കവി ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇത് ജപിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം അദ്ദേഹത്തിന്റെ കൃപ നമ്മളിലേക്ക് ചൊരിയും എന്നുള്ളതാണ്. ആ കൃപയുടെ ബലം കൊണ്ട് നമുക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. തുടക്കത്തിൽ തന്നെ മംഗളസ്വരൂപനാണെന്ന് പറഞ്ഞു, കല്യാണമൂർത്തിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം നമുക്ക് മംഗളത്തെ നൽകാനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അത് സമ്പാദിക്കാനുള്ള വഴിയാണ് ഈ സ്തോത്രത്തിന്റെ ജപം. ഇത് ജപിച്ചാൽ ഭഗവാന്റെ കാരുണ്യമുണരും. ആ കൃപ നമ്മിലേക്ക് പ്രവഹിക്കുമ്പോൾ എല്ലാ മംഗളങ്ങളും നമുക്ക് അതിലൂടെ നേടാൻ സാധിക്കും. അനന്തരാമാഖ്യമഖിപ്രണീതം സ്തോത്രം പഠേദ്യസ്തു നരസ്ത്രികാലം വാതാലയേശസ്യ കൃപാബലേന ലഭേത സർവാണി ച മംഗലാനി. അത് കഴിഞ്ഞ് വീണ്ടും നാരായണ നാമം 16 തവണ ചൊല്ലുന്നു. പിന്നെ ഒരു വരിയും കൂടിയുണ്ട്, ഒരു ശ്ലോകം കൂടിയുണ്ട്, ഫലശ്രുതി തന്നെ. ഗുരുവാത പുരീശ പഞ്ചകാഖ്യം സ്തുതിരത്നം പഠതാം സുമംഗലം സ്യാത് ഹൃദി ചാപി വിഷേത് ഹരി സ്വയം തു രതിനാഥായുത തുല്യ ദേഹ കാന്തി. ഗുരുവാത പുരീശ പഞ്ചക ആഖ്യം, ഗുരുവാതപുരീശ പഞ്ചകം എന്ന പേരോടുകൂടിയിട്ടുള്ള സ്തുതിരത്നം, ശ്രേഷ്ഠമായ ഈ സ്തുതിയെ പഠതാം സുമംഗലം സ്യാത്, പഠിക്കുന്ന ആൾക്കാർ സുമംഗളന്മാരായിട്ട് ഭവിക്കും, അവർക്ക് എല്ലാ മംഗളങ്ങളും ലഭിക്കും. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഈ പഞ്ചരത്ന സ്തോത്രത്തെ ആര് ജപിക്കുന്നുവോ ശ്രദ്ധയോടുകൂടി ജപിക്കണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി ആര് ജപിക്കുന്നുവോ അവർക്ക് എല്ലാ മംഗളങ്ങളും ലഭിക്കും. അപ്പൊ നേരത്തെ വാതാലയേശന്റെ കൃപാബലത്താൽ എല്ലാ മംഗളങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു, അത് ഊട്ടി ഉറപ്പിക്കുകയാണ്. ഗുരുവാത പുരീശ പഞ്ചകാഖ്യം സ്തുതിരത്നം പഠതാം സുമംഗലം സ്യാത് ഹൃദി ചാപി വിഷേത് ഹരി സ്വയം തു രതിനാഥായുത തുല്യ ദേഹ കാന്തി. അവരുടെ ഹൃദയത്തിൽ ഹരി വിഷേത്, ഹരി പ്രവേശിക്കും. ഈ സ്തോത്രം ജപിച്ചാൽ ഭഗവാൻ സ്വയം അവരുടെ ഹൃദയത്തിൽ ശോഭിക്കും. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്, ഇപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്. പക്ഷേ നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ അത് മറച്ചിരിക്കുകയാണ്. അപ്പൊ നേരത്തെ 4 ആയുധങ്ങളെ കൊണ്ട് അഹങ്കാരത്തെയും തുടങ്ങിയതിനെയൊക്കെ ഇല്ലാതെയാക്കി നമുക്ക് സദ്ദർശനത്തെ നൽകുമെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മൾ ഈ സ്തോത്രം ജപിക്കുമ്പോൾ ഭഗവാന്റെ കൃപയുണർന്നാൽ, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മറകളെല്ലാം നീങ്ങി അകത്ത് ശോഭിക്കുന്ന ഹരിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ ഭക്തി ഉള്ളിൽ ഉദിക്കുമെന്ന് കാണിക്കാൻ ഹരി അകത്തേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു അലങ്കാരമായിട്ട് പറയാണ്. വാസ്തവത്തിൽ അകത്ത് തന്നെ ഉള്ളവനാണ് ഹരി. എങ്ങനെയുള്ള ഹരിയാണ്? സ്വയം തു, ആ ഹരി സ്വയം പ്രവേശിക്കും. എങ്ങനെയുള്ളവനാണ്? രതിനാഥായുത തുല്യ ദേഹ കാന്തി. രതിയുടെ നാഥൻ, അതായത് മന്മഥൻ, കാമദേവൻ. കാമദേവന്റെ അയുതം 1000 തുല്യ ദേഹ കാന്തി. കാമദേവന്റെ ദേഹത്തിന് വളരെയധികം കാന്തിയാണ്, വളരെയധികം പ്രകാശമാണ്, വളരെ സുന്ദരമായ ദേഹമാണ് കാമദേവനുള്ളത്. അതിനാൽ അദ്ദേഹം ലോകത്തെയൊക്കെ മോഹിപ്പിക്കുന്നു. അങ്ങനത്തെ കാമദേവന്റെ ദേഹത്തിനുള്ള കാന്തിയുടെ അയുതം ഗുണം, 1000 ഗുണം തുല്യമായിട്ടുള്ള കാന്തിയാണ് ഹരിക്കുള്ളത്, ഭഗവാനുള്ളത്. ഭഗവാന്റെ കാന്തിയുടെ 1000-ൽ 1 അംശം മാത്രമേ കാമദേവനുള്ളൂ. അത് കണ്ടിട്ട് മോഹിക്കുന്ന ലോകം ഭഗവാനെ കണ്ടാൽ ഉറപ്പായും മോഹിക്കപ്പെടും. ഭഗവാനിൽ അവരുടെ മനസ്സ് പ്രവഹിക്കും, അവർക്ക് ഭഗവത് അനുഭൂതി ഉണ്ടാവും. അപ്പോ രതിനാഥായുത തുല്യ ദേഹ കാന്തി ഹരി സ്വയം തു ഹൃദി ചാപി വിഷേ, അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. അപ്പൊ അവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും, അവർക്ക് ഹരിയുടെ അനുഭൂതി ഉണ്ടാവും. ഭഗവാന്റെ അനുഭൂതി ഉണ്ടായാലും, ഇപ്പൊ ഇത്രയും സൗന്ദര്യമുള്ള ഭഗവാനാണല്ലോ, ആ കാന്തി ഭക്തനും സിദ്ധിക്കും. ഭക്തരെ കണ്ടാൽ നമുക്കറിയാം ഭഗവാന്റെ ഉപാസകരാണെന്ന്. കാരണം ഭഗവാന്റെ ഗുണങ്ങൾ ഭക്തരിലും കാണാൻ തുടങ്ങും.
അതുകൊണ്ടാണ് നേരത്തെ ഭക്തോത്തമന്മാരെ ഉപാസിക്കും പൂജിക്കും എന്ന് പറഞ്ഞത്. ഭക്തരെയും നമ്മൾ ആരാധിക്കാറുണ്ട്. അപ്പോൾ മഹീസുരന്മാർക്ക് അന്നം കൊടുക്കുന്നു എന്ന് പറയുന്നതിന് ആ രീതിയിൽ നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഗുരുവാത പുരീഷ പഞ്ചകാഖ്യം സ്തുതിരത്നം പഠതാം സുമംഗലം സ്യാത് ഹൃദി ചാപി വിഷേധരി സ്വയം തുരതിനാഥായുധ തുല്യ ദേഹകാന്തി. വീണ്ടും നാരായണ നാമത്തെ 16 തവണ ചൊല്ലുക. അങ്ങനെ ആ നാമജപത്തിലൂടെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഭഗവാന് ഈ സ്തോത്രത്തെ സമർപ്പിക്കുക. ഇതി ഗുരുവാത പുരീഷ പഞ്ചരത്നം സമ്പൂർണം. അങ്ങനെ ഗുരുവാത പുരീഷ പഞ്ചരത്നം എന്ന ഈ സ്തോത്രം സമ്പൂർണമാകുന്നു. ഓം തത്സത്. വളരെ ലളിതമായ സ്തോത്രമാണ്, ചെറിയ സ്തോത്രമാണ്, എന്നാൽ വളരെ സുന്ദരമായ സ്തോത്രമാണ്. ഇത് ജപിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിച്ചാൽ ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള സ്തോത്രം കൂടിയാണ് ഇത്. ഇവിടെ ഭഗവാന്റെ നാമം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നാരായണ നാരായണ എന്ന് 16 തവണ ഓരോ ശ്ലോകം കഴിഞ്ഞും ചൊല്ലുന്നുണ്ട്. അത് ചൊല്ലേണ്ടത് വളരെ നല്ലതാണ്. കാരണം ഭഗവാന്റെ നാമത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. ഇപ്പൊ സ്തോത്രം മുഴുവൻ ജപിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്, പല കാരണങ്ങൾ. അങ്ങനെ ജപിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ജപിക്കാൻ പറ്റുന്ന ഒന്നാണ് ഭഗവാന്റെ നാമം. ഇപ്പം ജാമിലനൊക്കെ ഒറ്റ തവണ ഉച്ചരിച്ചപ്പോൾ തന്നെ മൃത്യുവിൽ നിന്നും മോചനം കിട്ടി. പിന്നീട് ഭഗവാനെ ഉപാസിക്കാനുള്ള പ്രേരണയുണ്ടായി. അദ്ദേഹം ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് മോക്ഷം നേടുകയാണ് ചെയ്തത്. അപ്പോൾ ഒറ്റ തവണ ഉച്ചാരണം നടത്തുന്നതിലൂടെ തന്നെ നമുക്ക് ഇത്രയും ഫലം കിട്ടുന്ന ദിവ്യമായ ഒരു ഔഷധം തന്നെയാണ് ഭഗവാന്റെ നാമം. അതുകൊണ്ട് നാമം എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലണം. ഭഗവാൻ സ്വയം താൻ ജപയജ്ഞമാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ജപം ശ്രേഷ്ഠമായ യജ്ഞമാണ്. കലിയുഗത്തിനുള്ള യജ്ഞമാണ് ജപം. പണ്ടുകാലത്തൊക്കെ അഗ്നിയിൽ ഹോമിച്ചതിന് പകരം നമ്മൾ നാമത്തെ ഭഗവാനിലേക്ക് ഹോമിച്ചാൽ മതി, ഭഗവാന് സമർപ്പിച്ചാൽ മതി. ശ്രേഷ്ഠമായ ഉപാസനയാണ്. അതുകൊണ്ടാണ് നാരായണ നാമം ഇത്രയും നിറച്ചു വെച്ചിട്ടുള്ളത്. ഓരോ ശ്ലോകം കഴിഞ്ഞാലും 16 തവണ നാരായണ നാമം ഉച്ചരിക്കുകയാണ്. കാരണം ആ നാമത്തിനാണ് എല്ലാ ശക്തിയും ഉള്ളത്. സ്തോത്രമൊന്നും ജപിച്ചില്ലെങ്കിൽ പോലും ആ നാമം മാത്രം ജപിച്ചാൽ നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും ശാന്തി കിട്ടും, ഭഗവത് അനുഭൂതി കിട്ടും, എല്ലാ മംഗളങ്ങളും ലഭിക്കും, ശ്രേഷ്ഠമായ ജീവിതം ഉണ്ടാവും, മോക്ഷവും കിട്ടും. അത്രയും ശക്തിയുള്ളതാണ് നാമം എന്ന ബോധത്തോടെ, വളരെ ബഹുമാനത്തോടെ, ശ്രദ്ധയോടുകൂടി വേണം നാമം ജപിക്കാൻ. അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. കാരണം ഭഗവാനോട് ഭക്തി ഉണ്ടാകുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ആ കൃപ ഉണർന്നാൽ മാത്രമേ ഭക്തി ഉണ്ടാവൂ. അപ്പൊ ഭഗവാനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം, ഒന്ന് അറിയണം, നാമം ഒന്ന് ജപിക്കണം, സ്തോത്രം ഒന്ന് പഠിക്കണം, അദ്ദേഹത്തിന്റെ കഥകൾ ഒന്ന് കേൾക്കണം എന്നൊക്കെയുള്ള വിചാരം ചെറുതായി ഉണ്ടായാൽ പോലെ നമുക്ക് ഉറപ്പിക്കാം ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഭഗവാനാണ് ഭഗവാനിലേക്ക് വലിക്കുന്നത്. കൃഷ്ണനാണ് എല്ലാവരെയും ആകർഷിക്കുന്നവനാണ്. അപ്പൊ ഭഗവാന്റെ ഇത്തരം ഭാവങ്ങളെ അറിയണമെന്ന വിചാരം ഉണ്ടായാൽ തന്നെ ഭഗവത് കൃപയുണ്ടായിട്ടുണ്ട്. ആ കൃപയെ നന്നായി ഉപയോഗിക്കുക, ഭഗവാനെ നന്നായി ഉപാസിക്കുക. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ വളരെയധികം തിരക്കുള്ളത് കൊണ്ട് എല്ലാ ദിവസവും എല്ലാവർക്കും ഒന്നും പോകാൻ സാധിക്കാറില്ല. ദൂരം കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ടാവും, ശരീരത്തിന് അസ്വാസ്ഥ്യമുള്ളത് കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരെല്ലാം തന്നെ എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ അവരുടെ ഹൃദയത്തിലുള്ളവനാണ് ഹരി എന്ന ബോധത്തോടു കൂടി ഭഗവാനെ സ്തുതിക്കുക. ഇത്തരം സ്തോത്രങ്ങൾ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ടോ നാരായണ എന്ന് ഉച്ചരിച്ചുകൊണ്ട് തന്നെ അകത്തുള്ള ഹരിയെ വിളിച്ചാൽ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ കൃപ ഉറപ്പായും ലഭിക്കും. അതിനുള്ള ഭാഗ്യം ആ ഗുരുവായൂരപ്പൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ഈ സ്തോത്രത്തിന്റെ അർത്ഥം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.